ഹായ് ഗൈസ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളൊരു ക്രിയേറ്റർ ആണെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലുള്ള ഒരു ആഗ്രഹമായിരിക്കും നമ്മുടെ ഒരു വീഡിയോ അല്ലെങ്കിൽ 2 വീഡിയോ വൈറൽ ആകണം എന്നത്. കാരണം നമ്മുടെ യൂട്യൂബിൽ നമ്മുടെ ഒരു വീഡിയോ വൈറലായി കഴിഞ്ഞാൽ നമുക്കറിയാം സ്വാഭാവികമായിട്ടും വ്യൂസ് കൂടും, അതുവഴി ഒരു ഇൻക്രീസ് ഇൻ സബ്സ്ക്രൈബേഴ്സ് കൂടും, അതുവഴി മോണിറ്റൈസ് ആവും, ഒരുപാട് പൈസ കിട്ടും. ബട്ട് ഇതെല്ലാം ഈ വൈറൽ ആവേണ്ടതിന് ചില ക്രൈറ്റീരിയസ് ഉണ്ട്. ചിലപ്പോൾ നമ്മുടെ ഏതെങ്കിലും വീഡിയോസ് യൂട്യൂബിന്റെ അൽഗോരിതത്തിൽ കണക്ട് ചെയ്ത് വൈറലായേക്കാം. അപ്പോൾ നമ്മൾ ആദ്യം എന്തൊക്കെയാണ് വൈറൽ ആവാൻ ചെയ്യേണ്ടത് എന്ന് നോക്കാം. ഓക്കെ, ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം ചെയ്യാതെ നേരെ വീഡിയോ വൈറൽ ആകുമോ ഇല്ലയോ, അല്ലെങ്കിൽ നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നു, പിന്നെ അതിന്റെ വ്യൂ നോക്കുന്നു, അതിന്റെ കൗണ്ട് നോക്കുന്നു, അതിന്റെ കമന്റ്സ് നോക്കുന്നു, ലൈക്ക് നോക്കുന്നു, പിന്നെ നമുക്ക് അത് ഫുൾ നല്ല ആ വീഡിയോയിൽ ലൈക്ക് കൂടിയാൽ മാത്രമേ അല്ലെങ്കിൽ വ്യൂസ് കൂടിയാൽ മാത്രമേ നമ്മൾ അടുത്ത വീഡിയോ മിക്ക യൂട്യൂബേഴ്സും അപ്ലോഡ് ചെയ്യത്തുള്ളൂ. ബട്ട് നമ്മൾ വ്യൂസോ കൗണ്ടോ അതുപോലത്തെ ഒന്നും നമ്മൾ നോക്കാതെ നമ്മൾ ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യുവാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ ഗ്രോ ചെയ്യും. ഞാൻ ഈ ചാനൽ ഗ്രോത്തിനെ പറ്റിയുള്ള ഇത് 3-ാമത്തെ 4-ാമത്തെ വീഡിയോ ആണ്. ഇത് ഞാൻ മെയിനായിട്ട് വൈറൽ വീഡിയോസ് എങ്ങനെ ആക്കാം എന്നുള്ള എന്റെ അറിവുള്ള ചെറിയ 2-3 കാര്യങ്ങൾ പറയാനാണ് വന്നത്. അതുപോലെ തന്നെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുകയാണ്. കാരണം ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ മെയിനായിട്ട് ഞാൻ ഉള്ള കാരണം പറഞ്ഞിട്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം. നിങ്ങൾ എന്റെ ചാനൽ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. കഴിഞ്ഞ 2-3 ദിവസം മുമ്പ് ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത ഒരു വീഡിയോ, അത് ഒരു ഷോർട്ട് വീഡിയോ ആണ്. ഞാൻ ഇപ്പോൾ എൻ്റെ എഡിറ്റിംഗ് പ്രോസസ്സിലിരിക്കുന്ന ഒരു വീഡിയോ, ഞാൻ അതിൻ്റെ ട്രെയിലർ വരാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞ് അൺബോക്സ് അതിൻ്റെ ഹാഷ്ടാഗും കാര്യങ്ങളും കൊടുത്ത് അപ്ലോഡ് ചെയ്തായിരുന്നു. അത് 48 മണിക്കൂർ അല്ല 24 മണിക്കൂറിനകം എനിക്ക് 13-14 വ്യൂസേ ഉണ്ടായിരുന്നുള്ളൂ. ബട്ട് ഒരു ഒറ്റ മണിക്കൂർ കൊണ്ടാണ് ആ വീഡിയോയിൽ നിന്ന് സബ്സ്ക്രൈബേഴ്സ് കൂടിയത്. അതുപോലെ തന്നെ 500 വ്യൂസും അതിൽ നിന്ന് എനിക്ക് കിട്ടിയത്. അത് 1.5 മണിക്കൂർ കൊണ്ടാണ് 500-ലധികം ആൾക്കാരിലേക്ക് യൂട്യൂബ് അത് എത്തിച്ചത്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോസ് എപ്പോഴാണ് യൂട്യൂബ് കയറി വൈറൽ ആക്കുന്നതാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ആ വൈറൽ ആക്കുന്ന ടൈം അൺപ്രഡിക്റ്റബിൾ ആണ്. പക്ഷെ എന്നാലും നമ്മളുടെ അധ്വാനം, നമ്മുടെ ഫുൾ ഡെഡിക്കേഷനോടെ നമുക്ക് വർക്ക് ചെയ്യുകയാണെങ്കിൽ, ഞാൻ പറയുന്നത് നിങ്ങളുടെ ജോലി കളഞ്ഞിട്ട് നിങ്ങൾ യൂട്യൂബിൽ വർക്ക് ചെയ്യണം എന്നല്ല. നിങ്ങൾ ഒരു പാർട്ട് ടൈം ആയിട്ടാണെങ്കിലും നിങ്ങൾ ആ ചെയ്യുന്ന ടൈം ഫുൾ ഡെഡിക്കേഷനോടുകൂടി യൂട്യൂബിൽ നിങ്ങൾ വീഡിയോസ് നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റൈലിൽ, അതായത് നിങ്ങളുടെ ശൈലിയിൽ നിങ്ങൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുവാണെങ്കിൽ, അധികം ലൈറ്റ്സും കാര്യങ്ങളും ഒന്നും വേണമെന്നില്ല. നിങ്ങളുടെ ഓഡിയോ ക്വാളിറ്റി, സൗണ്ട്, വീഡിയോ ക്വാളിറ്റി ഇതെല്ലാം നന്നായിരുന്നാൽ, അല്ലെങ്കിൽ നിങ്ങൾ തമ്പനിയിൽ ഒരു നന്നായിരുന്നാൽ മതി. അത്രയും നിങ്ങൾ വീഡിയോസ് ആൾക്കാർ ക്ലിക്ക് ചെയ്യും. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ഇപ്പോൾ ഒരു ഷോർട്ട് വീഡിയോ എനിക്ക് ഒരല്പം, ഞാനിപ്പോൾ യൂട്യൂബ് തുടങ്ങിയിട്ട് എൻ്റെ ഒരു റെഗുലർ വീഡിയോ അല്ല, ഒരു ഷോർട്ട് വീഡിയോയിൽ ഇപ്പോൾ ആദ്യമായിട്ടാണ് എനിക്ക് ഇത്രയും വ്യൂസ് കിട്ടുന്നത്. നിങ്ങളെന്റെ ചാനൽ ചെക്ക് ചെയ്താൽ മനസ്സിലാവും. ഇത്രയും വ്യൂസ് കിട്ടുന്നത്, എനിക്ക് ഒരു ഷോർട്ട് വീഡിയോ ഇത്രയും വ്യൂസ് കിട്ടുന്നത് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ്. അപ്പം എൻ്റെ മാക്സിമം 250-ലധികമാണ് എൻ്റെ വ്യൂസ് ഒരു നോർമൽ വീഡിയോയിലായിരുന്നു. ഇപ്പോൾ ഒരു ഷോർട്ട് വീഡിയോയിൽ എനിക്ക് 500-ലധികം വ്യൂസ് ഉണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ചത് വലിയ കാര്യമാണ്. അപ്പോൾ എനിക്കും തോന്നിയത്, നമ്മൾ അധികം നിരാശ അടിച്ചിരിക്കേണ്ട കാര്യമില്ല. നമ്മൾ ഡെയിലി വീഡിയോ അപ്ലോഡ് ചെയ്യുക. നമ്മൾ ഡെയിലി നമുക്ക് സാധാ വീഡിയോസ്, അതല്ലെങ്കിൽ ഇപ്പോൾ ഇത് റെക്കോർഡ് ചെയ്ത് നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നമ്മൾ യൂട്യൂബ് ഷോർട്സ് ഇപ്പോൾ യൂട്യൂബ് ഇറക്കിയിരിക്കുന്ന മാക്സിമം നമ്മൾ യൂസ് ചെയ്യുക. റിലേറ്റഡ് ആയിട്ട് നിങ്ങൾ റെഗുലറായിട്ട് അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നാൽ നിങ്ങളുടെ ചാനലിൽ ഓൾറെഡി ചിലപ്പോൾ വൈറൽ ആവാൻ ചാൻസ് ഉണ്ട്. വൈറൽ ആവാൻ ചാൻസ് കൂടുതലാണ്. അവസാനമായിട്ട് ഞാൻ നോട്ട് ചെയ്യുന്ന ഷോർട്സ് വീഡിയോ, നിങ്ങൾ മാക്സിമം യൂട്യൂബ് ഷോർട്സ് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക. എന്ന് പറഞ്ഞാൽ നിങ്ങൾ വാരി വലിച്ച് യൂട്യൂബ് ഷോർട്സ് അപ്ലോഡ് ചെയ്യാനല്ല ഞാൻ പറയുന്നത്.
ഹാഷ്ടാഗ് ഇട്ട് ഷോർട്സ് എന്ന് കൊടുത്താൽ അത് വളരെയധികം റീച്ചിൽ പോകാനുള്ള സാധ്യത കൂടുതലാണ്. നിങ്ങളെ ചാനൽ ശ്രദ്ധിക്കപ്പെടാനും ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇതെല്ലാം നിങ്ങളൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അനുഭവങ്ങൾ നിങ്ങളുടെ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഈ വീഡിയോ കണ്ട ക്രിയേറ്റേഴ്സ് അല്ലെങ്കിലും നിങ്ങളുടെ വിലയേറിയ കമൻസ്, ഈ വീഡിയോ കുറിച്ചുള്ള വിലയേറിയ കമൻസ് നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുകയും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ഓൾ നോട്ടിഫിക്കേഷൻ എന്ന ബെൽ ഐക്കണിലെ മേളത്തെ ബെൽ ഐക്കൺ എനേബിൾ ആക്കുക. അപ്പോൾ ഇനി അടുത്ത ഒരു വീഡിയോയിൽ കാണും വരെ ഇനി സൈനിങ് ഓഫ് ഫ്രം യുവർ മുഹമ്മദ് ഷമീർ ഫ്രം ഷമീ ടെക് വീഡിയോസ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.